ഇന്ത്യൻ നയതന്ത്രങ്ങൾ പാളുമോ? ചബഹാർ കൈവിട്ടു പോകുമോ? ആശങ്കയിലാണ് ഭാരതം. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിക്കുമേൽ US ഏർപ്പെടുത്തിയ ഉപരോധം പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയിൽ പങ്കാളികളായ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് 45 ദിവസത്തിനകം പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന US-ന്റെ മുന്നറിയിപ്പ്. പാലിച്ചില്ല എങ്കിൽ ഇവയുടെ അമേരിക്കയിലെ ആസ്തികൾ മരവിപ്പിക്കും എന്നാണ് മറ്റൊരു മുന്നറിയിപ്പ്. 2014 ഇന്ത്യ ഇറാനുമായി ഒപ്പുവെച്ച 10 വർഷ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ചബഹാർ തുറമുഖത്തിന്റെ വികസനം. $120 മില്യൺ നിക്ഷേപവും $250 മില്യൺ വായ്പയും ഇന്ത്യ ഇതിനകം ഉറപ്പാക്കിയിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 100 കോടി രൂപയും കേന്ദ്രം അനുവദിച്ചിരുന്നു. തുറമുഖ വികസനത്തിൽ ഇന്ത്യക്ക് വലിയ പങ്കുള്ളതിനാൽ തൽക്കാലം അമേരിക്കയെ പ്രകോപിപ്പിക്കാതെ സാഹചര്യം നിരീക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. അതേസമയം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കാത്ത പക്ഷം ഇറാനുമായി സഹകരണം തുടരും എന്ന സൂചനയും ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള ത്രികക്ഷി കരാറിന്റെ ഭാഗമായാണ് ചബഹാർ വികസനം നടക്കുന്നത്. തുറമുഖ പ്രവർത്തനം ആരംഭിച്ചതോടെ ചരക്ക് ഗതാഗത ചെലവും സമയവും ഗണ്യമായി കുറഞ്ഞതായി കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലായപ്പോൾ അതിന്റെ 140 കിലോമീറ്റർ അകലെയുള്ള ചബഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ സ്വന്തമാക്കിയത് തന്ത്രപ്രധാന നേട്ടമായിട്ടാണ് വിലയിരുത്തിയത്. US ഉപരോധം മൂലം ആ മുൻതൂക്കം തുലാസിലാകും എന്ന ആശങ്കയാണ് ഇപ്പോൾ ഭാരതത്തിന്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. 2016 മേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിൽ രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും ഒപ്പുവെച്ചിരുന്നു. ചബഹാറിലെ ഷാഹിദ് ബഹഷ്മി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി. 2018 മുതൽ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡിനാണ് തുറമുഖത്തിന്റെ നിയന്ത്രണവും. ചബഹാറിന്റെ പ്രവർത്തന നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും നേരിട്ട് പ്രവേശിക്കുകയാണ് ഇന്ത്യ പ്രാഥമികമായി ലക്ഷ്യമിട്ടത്. 2024 ഇന്ത്യ 10 വർഷത്തെ കരാറിലും ഒപ്പുവെച്ചു. തുറമുഖ വികസനത്തിൽ $120 മില്യൺ നിക്ഷേപവും ചബഹാറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി $250 മില്യൺ വായ്പാ സൗകര്യവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഉപരോധ പുനഃസ്ഥാപന നീക്കം ഇന്ത്യയുടെ ചബഹാറിലെ വികസന പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കും. ചബഹാറിലെ ഷാഹിദ് ബഹഷ്മി ടെർമിനൽ മുഖേന മുംബൈയും യുറേഷ്യയും രാജ്യാന്തര നോർത്ത് സൌത്ത് ഗതാഗത ഇടനാഴി വഴി ബന്ധിപ്പിച്ചതായും ഗതാഗത ചെലവും സമയവും കുറച്ചതായും കേന്ദ്രം സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം കപ്പൽ ഗതാഗതത്തിൽ 43%, കണ്ടെയ്നർ നീക്കത്തിൽ 34% വർധനയ്ക്കും ഇന്ത്യ സഹായിച്ചു. ഇന്ത്യയുടെ വ്യാപാര വളർച്ചയിൽ ചബഹാർ തുറമുഖത്തിന്റെ പങ്ക് ശക്തം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ കണക്കുകൾ. പുതിയ ഉപരോധം ഇന്ത്യയുടെ ദീർഘകാല നിക്ഷേപങ്ങളെ അപകടത്തിലാക്കും. തുറമുഖത്തിന്റെ വികസനത്തെയും ബാധിക്കും എന്നതാണ് മറ്റൊരു ആശങ്ക. 2024-25 വർഷത്തേക്കും കേന്ദ്രം ചബഹാർ തുറമുഖത്തിന് 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും 2014 ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബഹഷ്മി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത്. ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവുണ്ടായിരുന്നു. ഇതാണ് ട്രംപിന്റെ പുതിയ ഉത്തരവിലൂടെ റദ്ദ് ചെയ്യപ്പെടുന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അടുത്തിടെയാണ്. 10 വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ കരാർ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിലും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിലും പ്രധാന പങ്ക് വഹിക്കും. ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിന്റേതാണ്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ തുറമുഖം വലിയ സ്വാധീനം ചെലുത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം. അയൽരാജ്യമായ പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ കരാർ ഇന്ത്യക്ക് സഹായമാകുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ഊർജ്ജസമ്പന്നമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുണ്ട്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, റഷ്യ, മധ്യേഷ്യ, യൂറോപ്പ് ഉൾപ്പെടുന്ന 7200 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ബഹുവിധ ഗതാഗത പദ്ധതിയായ INSTC ഈ തുറമുഖം നിർണായകമായി നിലനിൽക്കും. 2003 ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖത്താമിയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ തുറമുഖത്തിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു. 2015 മെയ് മാസത്തിൽ ഇന്ത്യ ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അതിനുശേഷം 2016 മെയ് 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശന വേളയിലാണ് ഈ കരാർ ഉടമ്പടി ഒപ്പുവെച്ചത്. അതേസമയം ചബഹാർ ഒരു സമുദ്ര തുറമുഖമാണ്. ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിലൂടെ പാകിസ്ഥാനെ മറികടന്ന് അഫ്ഗാനിസ്ഥാനിലേക്കും അതിനപ്പുറത്തേക്കും മധ്യേഷ്യയിലേക്ക് നേരിട്ട് പ്രവേശനം സ്ഥാപിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത്. 2024-25 വർഷത്തേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അനുവദിച്ചത് 100 കോടി രൂപയാണ്. ട്രംപിന്റെ ഉപരോധ നയം ചബഹാർ തുറമുഖത്തിന്റെ ഭാവിയിൽ നിർണായകമായ പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക് കർമാനുസ്.